ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറഭാഗമാണ്. ആ മരങ്ങളൊക്കെ ഇങ്ങനെ നല്ല കാറ്റായതുകൊണ്ട് വീശുന്നതാണ് നല്ല രസം തോന്നിയപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇന്ന് ഇച്ചിരി പോർക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മീറ്റൊന്നും കഴിക്കുന്നത് വലിയ സംഭവമായിട്ട് തോന്നില്ല. കാരണം ഇപ്പം ഇന്ന് ഇവിടെ മീറ്റായിട്ട് എന്തെങ്കിലും ഐറ്റംസ് കാരണം ഇവിടെ വെജിറ്റബിൾസ് കുറവായതുകൊണ്ട് മീറ്റ് എന്തെങ്കിലും എന്നും ഇവിടെ മേടിക്കും. അതിപ്പം കഴിച്ച് ശരിക്കും മടുത്തു. പക്ഷെ വേറെ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഓരോന്ന് യൂട്യൂബ് ചാനലിൽ നോക്കി ഓരോ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കും. അപ്പം കുറച്ച് തേങ്ങാക്കൊത്ത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിയപ്പോൾ മേടിച്ച് ഫ്രീസറിൽ വെച്ചിരുന്ന തേങ്ങാപ്പീരി കിട്ടില്ല. തേങ്ങാക്കൊത്ത് ഇട്ട് കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഴയ സിനിമ കാണുമായിരുന്നു. കണ്ടതാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പഴയ സിനിമ യൂട്യൂബിൽ ഇട്ട് ഇങ്ങനെ കാണും. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയത്. അപ്പോൾ പുറത്ത് കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം മഴ പെയ്തില്ല 2 ദിവസമായിട്ട്. അപ്പം ഞാനും കോളിൻകുട്ടനും കൂടെ വെള്ളം നനയ്ക്കാൻ ഇറങ്ങിയതാണ്. ഞാൻ ഇറങ്ങുമ്പോഴത്തേനും കോളിൻകുട്ടൻ അവൻ്റെ കുപ്പി എടുത്ത് വെള്ളം നനയ്ക്കാൻ വേണ്ടി ഇറങ്ങും. പിന്നെ അവനൊരു സന്തോഷമില്ലെന്ന് വിചാരിച്ച് കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തു കൊടുക്കും അവന്. അപ്പോൾ അത് ഒഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് മീൻ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സാൽമൺ മീനാണ്. അധികം എരിവൊന്നും ചേർക്കില്ല. കോളിൻകുട്ടന് സാൽമൺ മീനൊക്കെ ഇഷ്ടമാണ്. അപ്പം അവൻ കഴിക്കുന്ന കാരണം അധികം എരിവ് ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവനത് കഴിച്ചോളൂല്ലോ വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ കോളിൻകുട്ടൻ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഒന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. എന്തോ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലുള്ള എന്തോ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെയുള്ള ഒരാൾ ഞങ്ങൾക്ക് അതെല്ലാം കാണിച്ചു തരുമായിരുന്നു. കോളിൻകുട്ടൻ ആ ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ ഭയങ്കര കളി. അതിനുശേഷം ഞങ്ങൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. വലിയ സ്റ്റേഡിയമാണ് കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ ഭയങ്കര തിരക്കുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഇതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നറുക്കെടുക്കുന്ന പരിപാടി. നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ബോക്സിലും ഇത്ര രൂപയുടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ നറുക്കെടുത്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടും. അതാണ്. പിന്നെ രാത്രിയിൽ എന്തോ DJ പ്രോഗ്രാം, എന്തോ ഫുഡിൻ്റെ പരിപാടി, അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പോകാൻ അങ്ങനെ വിചാരിച്ചില്ല. കാരണം രാത്രിയിൽ കോളിൻകുട്ടൻ അത്ര നേരം ഒന്നും ഇരിക്കില്ല. രാത്രി കുറേ നേരം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അത് കണ്ടങ്ങനെ ഞങ്ങൾ പോകും.